നമുക്ക് പ്രാർത്ഥിക്കാം, തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ പ്രാണപ്രിയ പൊന്നുനാഥ, ദേശത്തിന്റെ പല ഭാഗങ്ങളിൽ, പല ഭവനങ്ങളിൽ, പല ബദ്ധപ്പാടുകളിൽ, പല വ്യാപാരങ്ങളിലായിരുന്ന ഞങ്ങളെ ഒരുമയോടും ഒരുക്കത്തോടും കൂടെ ഈ പുണ്യപ്പെട്ട ദൈവാലയത്തിന്റെ പരിപാവനതയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങൾ വന്നതല്ല, നീ ഞങ്ങളെ കൊണ്ടുവന്നതാണ്. ഇന്നോളം ഞങ്ങൾ നിന്നതല്ല, നീ ഞങ്ങളെ നിർത്തിയതാണ്. ഞങ്ങളിൽ വല്ല യോഗ്യതയും കണ്ടിട്ടല്ല, നീ കൃപാലുവാകയാൽ തന്നെ. സ്വർഗമേ, ഇന്ന് ഞങ്ങളോട് മനസ്സലിവ് തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രികാലത്തെ ധ്യാനചിന്തയ്ക്കായി വായിച്ചിട്ടുള്ള വേദഭാഗത്തെ തൃക്കരങ്ങളിൽ തരുന്നു. വാഴ്ത്തി നുറുക്കി വിളമ്പണമേ. ദൈവമേ, ഈ ജനം വിശന്നും ദാഹിച്ചും പാദപീഠത്തിൽ ഇരിക്കുകയാണ്. നീ അവരുടെ ആത്മാക്കളോട് സംസാരിക്കണമേ, സംതൃപ്തരാക്കി തിരിച്ചയക്കണമേ. കർത്താവെ, ഞങ്ങൾ ചേർന്ന് വന്നിരിക്കുന്ന ആലയത്തിന് മുകളിൽ ഇപ്പോൾ സ്വർഗം തുറന്നു വയ്ക്കണമേ. സ്വർഗത്തിൽ നിന്ന് ദൂതന്മാരിവിടെ ഇറങ്ങുകയും കയറുകയും ചെയ്യണമേ. പരിശുദ്ധാത്മാവി ആലയത്തിൽ പനിമഞ്ഞായി പെയ്യണമേ, കൊടുങ്കാറ്റായി വീശണമേ. ദൈവമേ, നിന്റെ ദാസൻ ബലഹീനനെന്ന് അവിടെ നിന്ന് അറിയുന്നുവല്ലോ. യാത്രാക്ഷീണമോ ഉറക്കളപ്പിന്റെ ക്ഷീണമോ ഈ രാത്രി നിന്റെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് തടസ്സമാകരുതേ. കർത്താവെ, എഴുന്നള്ളി അടിയന്റെ മുൻപിൽ നിൽക്കണമേ. അടിയന്റെ മുഖമാരും കാണരുതേ. തിരുമുഖം കാണുവാൻ കൃപ ചെയ്യണമേ. കർത്താവെ, സ്വർഗത്തിൽ നിന്ന് കൽപ്പിച്ചരുളി ചെയ്യണമേ. അടിയന്റെ ശബ്ദമാരും കേൾക്കരുതേ. സ്വർഗശബ്ദം കേൾക്കുവാൻ ഭാഗ്യം നൽകണമേ. അടിയങ്ങളെ തന്നെ താഴ്ത്തി പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. പ്രാണപ്രിയ, പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മളെല്ലാവരെയും നമ്മുടെ ദൈവം തമ്പുരാൻ സ്നേഹിക്കുന്നുണ്ട്. എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നില്ലെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ അവർ അറിവ് നേടാത്തവരും ദൈവത്തെ അറിയാത്തവരുമാണ്. ദൈവം സത്യമായും നമ്മിലെല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. ദൈവം സ്നേഹിക്കാത്ത മനുഷ്യരാരുമില്ല. പക്ഷെ ഇന്ന് പലർക്കും ദൈവസ്നേഹത്തെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ദൈവസ്നേഹത്തെ തിരിച്ചറിയാത്ത മനുഷ്യർ ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് സത്യമാകയില്ല. സത്യമായിട്ടും ദൈവം എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ സ്നേഹത്തിന്റെ ആഴവും അർത്ഥവും പരപ്പും പലരും മനസ്സിലാക്കിയിട്ടില്ല. എന്റെ ദൈവം എന്നെ സൃഷ്ടിച്ചത് എന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. എന്നോടുള്ള ദൈവസ്നേഹത്തിന്റെ അടയാളപ്പെടുത്തലാണ്. സൃഷ്ടിച്ചിട്ട് ഇന്ന് വരെ എന്നെ കാത്തു പരിപാലിച്ചത് എന്റെ ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. ഞാൻ രോഗിയായപ്പോൾ രോഗശയ്യയിൽ അവൻ എന്റെ കിടക്ക മാറ്റിവിരിച്ച് ചാരത്തിരുന്ന് സൗഖ്യം നൽകിയത് തമ്പുരാൻ എന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. എന്റെ ജീവിതത്തിൽ എനിക്ക് കേടും പാടും ക്ഷതവും തകർച്ചയും വരാതെ എന്നെ ഇന്ന് വരെ കാത്തു പരിപാലിച്ചത് എന്റെ ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ പട്ടിണിയിലോ ദാരിദ്ര്യത്തിലോ പ്രയാസത്തിലോ പെട്ടുപോയപ്പോൾ എന്റെ ജീവിതത്തിൽ ആഹാരമായി അനുഗ്രഹമായി ഇറങ്ങി കൂടെ നിന്നത് എന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. അനേകം പേരെന്നെ ബുദ്ധികെട്ടവനെന്നെണ്ണി മാറ്റി നിർത്തിയപ്പോ പരിജ്ഞാനത്തിന്റെ പൂർണ്ണതയായവൻ എന്റെ കൂടെ ചേർന്നിരുന്ന് നീ ഒരു വിഡ്ഢിയല്ല, നീ ഒരു വിവേകിയാണെന്ന് പറഞ്ഞ് കൈപിടിച്ച് നടത്തിയത് ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ അനുഭവിച്ചതെല്ലാം എന്റെ ദൈവം എന്നെ സ്നേഹിച്ചതിന്റെ അനുഭവങ്ങൾ മാത്രമാണ്. മറിച്ചൊന്നും നിങ്ങൾക്കും പറയാനില്ലെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പലരും ഈ ദൈവസ്നേഹത്തെ തിരിച്ചറിയുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ദൈവസ്നേഹത്തിന്റെ അടയാളമാണെങ്കിലും എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇതൊന്നുമല്ല. ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവെന്താണ്? അതിനുള്ള മറുപടി ഇങ്ങനെയാണ് പറയുക: തന്റെ ഏകജാതനായ പുത്രനെ പാപിയായ എനിക്ക് വേണ്ടി മരിക്കുവാൻ മരണത്തിനേൽപ്പിച്ച പിതാവിന്റെ സ്നേഹമാണ് എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതിൽ ഏറ്റവും വലിയ സ്നേഹം. ഹല്ലേലൂയ. ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹത്തിന്റെ മാക്സിമം എന്ന് പറയുന്നത് പാപിയായ മനുഷ്യന് വേണ്ടി തന്റെ ഏകജാതനായ പുത്രനെ മരണത്തിനേൽപ്പിച്ചു എന്നുള്ളതാണ്.
അവൻ എന്നെ സൃഷ്ടിച്ചതെന്നോടുള്ള സ്നേഹം മൂലം, പരിപാലിച്ചതെന്നോടുള്ള സ്നേഹം മൂലം, ഇന്ന് വരെ കാത്തതും കരുതിയതും എന്നോടുള്ള സ്നേഹം മൂലം സത്യമാണെന്നാൽ ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയ അടയാളം ഇതൊന്നുമല്ല. എന്റെ പാപത്തിനു വേണ്ടി മരിക്കാൻ തന്റെ ഏകജാതനായ പുത്രനെ അവൻ നൽകി എന്നുള്ളതാണ് ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയ അടയാളം. ശുദ്ധമുള്ള യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 9-10 തിരുവചനങ്ങൾ കേൾക്കുക. വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ഈ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ഹല്ലേലൂയ. യോഹന്നാൻ അപ്പോസ്തലൻ വ്യക്തമായി എഴുതി വച്ചത് നിങ്ങൾ കേട്ടില്ലയോ? ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ഈ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. എന്നിട്ട് തുടർന്ന് അപ്പോസ്തലൻ പറയുകയാണ്, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല പിന്നെയോ അവൻ നമ്മെ സ്നേഹിച്ചതാണ്. ആമേൻ. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിച്ച സ്നേഹത്തിന് മറുപടിയായി എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുകയായിരുന്നില്ല. ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിച്ചില്ലെങ്കിലും എന്റെ ദൈവം എന്നെ സ്നേഹിക്കുകയായിരുന്നു. തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ ഈ ലോകത്തിലേക്ക് അയച്ചതു തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവസ്നേഹത്തെ അളന്നത് ഏത് മാനദണ്ഡം വെച്ചാണ്? എനിക്ക് സൗഖ്യം തന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. എനിക്ക് സമ്പന്നത തന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. എനിക്ക് ബുദ്ധിയും വിവേകവും പഠിക്കാൻ കഴിവും തന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. എനിക്ക് വിദേശയാത്ര തരപ്പെടുത്തി തന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. എനിക്ക് തക്ക കാലത്ത് വിവാഹം നടത്തിയത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട മക്കളെ തന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. എന്നിങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കാൻ കാരണമായി ആളുകൾ മാനദണ്ഡങ്ങളെ നിർണയിക്കുന്നതെങ്കിൽ തെറ്റിപ്പോയി. ഇതൊന്നും എനിക്ക് തന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹം നിലനിൽക്കയില്ല. വീണ്ടും രോഗിയാകുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോകും. സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോകും. ആരോഗ്യം നശിക്കുമ്പോൾ ദൈവത്തോടുള്ള സമ്പത്ത് നഷ്ടപ്പെട്ടു പോകും. ജോലി നഷ്ടപ്പെടുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോകും. ഒരു പക്ഷേ ജീവിതത്തിൽ പരാജയം വരുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോകും. എന്നാൽ ക്രൂശിലെ സ്നേഹം മൂലം അവൻ എന്റെ പാപത്തിന് വേണ്ടി മരിച്ച് എന്നെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് നെഞ്ചകത്ത് ബോധ്യപ്പെട്ട ഒരു ദൈവ പൈതലിന് ജീവിതത്തിൽ ഒരിക്കലും ദൈവത്തോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോകയില്ല. ഹല്ലേലൂയ. ഞാൻ അനേകം പേരുടെ ജീവിതത്തിൽ ഇത് നേരിൽ കണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, നന്മയുടെ നാളുകളിൽ അവർ പറയുന്നു, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവം എനിക്ക് നന്മ ചെയ്തിരിക്കുന്നു. കഷ്ടതയുടെ നാളുകളിൽ അവർ പറഞ്ഞു, ദൈവത്തിന് എന്നോട് സ്നേഹമില്ല, ദൈവത്തിന് എന്നോട് വെറുപ്പാണ്, എനിക്ക് ദൈവത്തെ ഇഷ്ടമല്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്നേഹിക്കുന്നതിന്റെ മാനദണ്ഡം ലോകപ്രകാരമുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങൾ പറ്റുന്നതാണെങ്കിൽ തെറ്റിപ്പോയി. നാം ദൈവത്തെ സ്നേഹിക്കാനുള്ള അടിസ്ഥാന കാരണം ലോകത്ത് നമുക്ക് എന്ത് കിട്ടി എന്നുള്ളതാകരുത്. മറിച്ച് ക്രൂശിലവൻ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്തിന്റെ വിലയാൽ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നരകത്തിൽ നിന്നും നമ്മെ വീണ്ടെടുത്ത് ദൈവസ്നേഹത്തിൽ ഒരുമിപ്പിച്ചു എന്നുള്ളതിനാലാകണം നാം ദൈവത്തെ സ്നേഹിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ നാം ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹം ഒരു നാളും ഉതിർന്നു പോകയില്ല. ആ സ്നേഹം ഒന്നിനാലും മാറിപ്പോകയില്ല. ഈ ലോകത്തിന്റെ ഒരു പ്രാതികൂല്യത്തിലും ദൈവത്തോട് നമുക്ക് അകലമുണ്ടാകയില്ല. ദൈവത്തെ നിന്ദിക്കുന്നവരോ പരിഹസിക്കുന്നവരോ ചോദ്യം ചെയ്യുന്നവരോ ആയി നാം മാറുകയില്ല. നാം അങ്ങനെ ആകുന്നുവെങ്കിൽ ദൈവസ്നേഹത്തിന്റെ ആഴമറിയാത്തത് കൊണ്ടത്രേ. അപ്പോൾ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നതിന്റെ അടിസ്ഥാന കാരണം എന്തായിരിക്കണം? തന്റെ ഏകജാതനായ പുത്രനെ പാപിയായി എനിക്ക് വേണ്ടി മരിക്കുവാൻ പിതാവാം ദൈവം നൽകി എന്നുള്ളതിനാൽ, തന്റെ ഏകജാതനായ പുത്രൻ എന്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്നുള്ളതിനാൽ, അങ്ങനെ എന്റെ പാപത്തിന് പ്രായശ്ചിത്തം വന്നു എന്നുള്ളതിനാൽ, എന്റെ പാപത്തിൽ നിന്ന് ഞാൻ മോചനം പ്രാപിച്ചു എന്നുള്ളതിനാൽ, എനിക്ക് നഷ്ടപ്പെട്ട പറുദീസ പുത്രന്റെ യാഗത്താൽ തിരികെ കിട്ടി എന്നുള്ളതിനാൽ, ഞാൻ എന്റെ ദൈവത്തോട് ഒന്നാക്കപ്പെട്ടു എന്നുള്ളതിനാൽ,
അതിനാൽ തന്നെ ഞാൻ ദൈവത്തെ സ്നേഹിക്കണം. ഹല്ലേലൂയ. മറ്റൊന്നിനാലും ഈ സ്നേഹം നിലനിൽക്കയില്ല ദൈവമക്കളെ, നിലനിൽക്കയില്ല. അപ്പോസ്തലനായ യോഹന്നാനെ കുറിച്ച് വേദപണ്ഡിതന്മാർ പറയുന്നത് സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്നാണ്. കാരണം അദ്ദേഹം എഴുതിയത് മുഴുവൻ ദൈവസ്നേഹത്തെ കുറിച്ചാണ്, ദൈവസ്നേഹത്തെ കുറിച്ച് മാത്രമാണ്. സുവിശേഷ ഗ്രന്ഥം ഉടനീളം ദൈവസ്നേഹത്തെ വരച്ചു വെക്കുന്നു. 3 ലേഖനങ്ങളിലും ദൈവസ്നേഹത്തെ വരച്ചു വെക്കുന്നു. ഒടുവിൽ വെളിപ്പാട് പുസ്തകത്തിലും ദൈവസ്നേഹത്തെ വരച്ചു വെക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, സ്നേഹത്തിന്റെ അപ്പോസ്തലൻ അദ്ദേഹം എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്ന് വേദപുസ്തകം ത്തിന്റെ താക്കോൽ വാക്യമെന്ന് വിളിക്കപ്പെടുന്ന മനോഹരമായ ഒരു വാക്യമുണ്ട്. എല്ലാവർക്കും അത് മനഃപ്പാഠമായിരിക്കുമെന്ന് അച്ഛൻ വിചാരിക്കുകയാണ്. വേദപുസ്തകത്തിന്റെ താക്കോൽ വാക്യം എന്ന് പറയപ്പെടുന്ന വാക്യം ഏതാണെന്ന് അറിയാമോ? അറിയില്ല. ഇപ്പൊ എനിക്കിതൊരു വിഷമം തോന്നുന്നുണ്ട്. ഹല്ലേലൂയ. വേദപുസ്തകത്തിന്റെ താക്കോൽ വാക്യം ശുദ്ധമുള്ള യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ തിരുവചനം. ഫാൻ നിന്നുപോയി അച്ചോ, ഇവിടുത്തെ ഫാൻ നിന്നുപോയി, എനിക്ക് കാറ്റ് കിട്ടുന്നില്ല എന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതെ, ഞാൻ ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ട അല്ലേലും വയ്യാന്ന് പറയണമെന്നില്ല. എന്താ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തുതി. അങ്ങനെയാ വാക്കിന്റെ അർത്ഥം. ഹല്ലേലൂയയുടെ അർത്ഥം എന്താ? ദൈവത്തിന് സ്തുതി. ദൈവത്തെ സ്തുതിക്കാൻ നിങ്ങൾക്ക് കാരണമുണ്ടോ? ദൈവം നിങ്ങൾക്ക് വല്ല ഉപകാരവും ചെയ്തിട്ടുണ്ടോ? ദൈവം നിങ്ങൾക്ക് നന്മകൾ ചെയ്തിട്ടുണ്ടോ? സംസാരിക്കാൻ നാവ് തന്നിട്ടുണ്ടോ? കാണാൻ കണ്ണ് തന്നിട്ടുണ്ടോ? കേൾക്കാൻ കാത് തന്നിട്ടുണ്ടോ? നടക്കാൻ കാല് തന്നിട്ടുണ്ടോ? ജോലി ചെയ്യാൻ കൈകൾ തന്നിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ ദൈവം നിർണയിച്ചു വെച്ച പ്രാണൻ ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടോ? ജീവനുണ്ടോ നിങ്ങൾക്ക്? ഇത്രയും ഉപകാരം ദൈവം ചെയ്തു തന്നെങ്കിൽ നന്ദി പറയണ്ടേ? ദൈവത്തെ സ്തുതിക്കണ്ടേ? പിന്നെ അല്ലേലും വയ്യ എന്ന് പറയാൻ കൊള്ളാവോ? ഹല്ലേലൂയ. ആമേൻ. തല്ലുമ്പോൾ നല്ല വിളിക്കും, കുറച്ച് കഴിയുമ്പോൾ ഒന്നും കാണത്തില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അപ്പോ വേദപുസ്തകത്തിന്റെ താക്കോൽ വാക്യം നിങ്ങൾക്ക് അറിയില്ലെന്ന് സങ്കടമായി. യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ തിരുവചനമാണ് വേദപുസ്തകത്തിന്റെ താക്കോൽ വാക്യമെന്ന് വിളിക്കപ്പെടുന്നത്. ഏതാണ് വാക്യം? തന്റെ ഏകജാതനായ പുത്രനിൽ, ആമേൻ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അത്ര കണ്ട് പിതാവാൻ ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ് വേദപുസ്തകത്തിന്റെ താക്കോൽ വാക്യം. ആ വാക്യത്തിൽ വേദപുസ്തകം മുഴുവനും അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. ആ വാക്യം ഒരിക്കൽ കൂടെ പറയാം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം അത്ര കണ്ട് പിതാവാൻ ദൈവം ലോകത്തെ സ്നേഹിച്ചു. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹത്തിന്റെ ആഴമറിഞ്ഞവരാര്, പരപ്പറിഞ്ഞവരാര്, വിശാലതകൾ അറിഞ്ഞവരാര്? ദൈവസ്നേഹം വാക്കുകൊണ്ട് വർണ്ണിക്കാനാകില്ല, അത് അനുഭവിക്കേണ്ട ഒരു അനുഭവമാണ് പ്രിയപ്പെട്ടവരെ. എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നത് ലോകത്തിന്റെ നേട്ടങ്ങൾ കിട്ടിയത് കൊണ്ടാകരുത്. എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നത് തന്റെ ഏകജാതനായ പുത്രനെ എനിക്ക് പകരം മരിക്കാൻ, എന്റെ ശിക്ഷ ഏറ്റെടുക്കാൻ അവൻ എനിക്ക് വേണ്ടി നൽകി എന്നുള്ളതിനാലാണ്. അങ്ങനെ ആകണം. ആകുമ്പോൾ ആ സ്നേഹത്തിനൊരു ക്ലാരിറ്റി ഉണ്ട്. സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇപ്രകാരം മാനവകുലത്തെ സ്നേഹിച്ച ദൈവം തന്റെ പുത്രന്റെ കുരിശുമരണത്തിലൂടെ മാനവകുലത്തിന് സാധിപ്പിച്ചു നൽകിയതെന്തെല്ലാം. ലോകത്തെ ഇപ്രകാരം സ്നേഹിച്ച പിതാവാൻ ദൈവം തന്റെ ഏകജാതനായ പുത്രന്റെ മരണത്താൽ ലോകത്തിന് സാധിപ്പിച്ചു തന്നതെന്തെല്ലാം. അതെന്തെല്ലാമാണെന്ന് ഈ രാത്രി നാം പരിശോധിപ്പാൻ പോകുകയാണ്. സമയപരിധിക്കുള്ളിൽ 2-3 ചിന്തകൾ നിങ്ങളുമായി പങ്കിടാം. ക്രൂശിൽ യേശു യാഗമായതുകൊണ്ട് എനിക്ക് എന്ത് നേട്ടമുണ്ടായി എന്നതാണ് വിഷയം. യേശു ക്രിസ്തു ക്രൂശിൽ എനിക്കെന്ത് നേടിത്തന്നു എന്നുള്ളതാണ് വിഷയം. എന്തിനാണ് ഇത് ഈ രാത്രി നാം പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ നേട്ടങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം.
ഉണ്ടോ എന്ന് പരിശോധിക്കണം, ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഇല്ല എന്നാണ് ഉള്ളം പറയുന്നതെങ്കിൽ അത് ഉണ്ട് എന്ന് നിർണയം ചെയ്തിട്ട് വേണം ഇന്ന് ആലയത്തിന്റെ പടിയിറങ്ങിപ്പോകാൻ. ഹല്ലേലൂയ. ഈ കുന്നു കയറി വന്നത് വെറുതെയാകരുത് മക്കളെ. കുന്നിറങ്ങി പോകുമ്പോൾ ഈ ക്രൂശിലെ യാഗത്തിന്റെ വിലയും അതിലൂടെ നമുക്ക് ലഭിച്ച മറുവിലയും നെഞ്ചിൽ പേറിക്കൊണ്ട് മടങ്ങിപ്പോകണം. സ്തോത്രം. എന്തൊക്കെയാണ് ക്രൂശിലൂടെ നമുക്ക് സാധിപ്പിച്ചു തന്നത്? ഏകജാതന്റെ കുരിശുമരണത്തിലൂടെ നമുക്ക് സാധിപ്പിച്ചു തന്നത് എന്തെല്ലാം? ഒന്നാമത്തെ ചിന്ത, പാപത്താൽ ദൈവത്തിൽ നിന്ന് വിദൂരസ്ഥരായിരുന്ന നമ്മെ പുത്രന്റെ യാഗത്താൽ ദൈവത്തോട് സമീപസ്ഥരാക്കി തീർത്തു. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. അത് തന്നെയാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഇപ്പൊ നിങ്ങളുടെ ഹല്ലേലൂയയ്ക്ക് ഊർജമുണ്ടായി, നിങ്ങൾക്ക് ജീവനമുണ്ടായി. പാപത്താൽ ദൈവത്തിൽ നിന്ന് വിദൂരസ്ഥരായി തീർന്ന നമ്മെ പുത്രന്റെ യാഗത്താൽ, യേശുവിന്റെ കുരിശുമരണത്താൽ പിതാവാം ദൈവത്തിന് സമീപസ്ഥരാക്കി തീർത്തു. അടിസ്ഥാനമായി വായിച്ച കുറിവാക്യത്തിൽ നിന്നാണ് ഈ ചിന്ത വേർതിരിച്ചിട്ടുള്ളത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെ വചനങ്ങളാണ് ആദ്യം അച്ഛൻ വായിച്ച് കേൾപ്പിച്ചത്. അതിലെ 13-ാമത്തെ വചനത്തിൽ നിന്നാണ് ഈ ചിന്ത വേർതിരിക്കുന്നത്. ഓർക്കുക, പാപത്താൽ ഒരു മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വിദൂരസ്ഥനായി പോകുന്നു. എന്നാൽ യേശുവിന്റെ കുരിശുമരണത്താൽ വിദൂരസ്ഥനായി പോയവനെ സമീപസ്ഥനാക്കി തീർത്തിരിക്കുന്നു. എത്ര മനോഹരമായ ഒരു ചിന്തയാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ സൃഷ്ടിയുടെ മകുടമാണ് മനുഷ്യൻ. മനുഷ്യനെ പോലെ മറ്റൊന്ന് ദൈവം സൃഷ്ടിച്ചിട്ടില്ല. സകല ചരാചരങ്ങൾക്കും മേലായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. സത്യം പറഞ്ഞാൽ മാലാഖമാരെക്കാളും ശ്രേഷ്ഠരായിട്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ പ്രതാപവും വലിപ്പവും തിരിച്ചറിയണമെങ്കിൽ സങ്കീർത്തകൻ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞത് ധ്യാനിക്കണം പ്രിയപ്പെട്ടവരെ. മനുഷ്യന്റെ വലിപ്പത്തെ രേഖപ്പെടുത്താൻ സങ്കീർത്തകൻ എഴുതി വച്ചത് ഇങ്ങനെയാണ്. 8-ാമത്തെ സങ്കീർത്തനം 3, 4, 5 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. 8-ാമത്തെ സങ്കീർത്തനത്തിൽ സങ്കീർത്തകന് ചില ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിക്കുകയാണ്. ദൈവമേ, നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ ഈ മർത്യനെ നീ ഓർക്കാൻ അവൻ എന്ത്? ഈ മനുഷ്യപുത്രനെ നീ സന്ദർശിപ്പാൻ അവൻ എന്തുള്ളൂ? ഉത്തരം 5-ാം വാക്യത്തിൽ സങ്കീർത്തകൻ രേഖപ്പെടുത്തുകയാണ്. സങ്കീർത്തനം 8-ാം സങ്കീർത്തനം 5-ാം വാക്യം എന്താ വായിക്കുന്നത്? ദൈവമേ, നീ അവനെ, മർത്യനെ, നിന്നേക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ എന്താ മനസ്സിലായത്? ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, കുറച്ച് താഴെ, ദൈവത്തോടൊപ്പമല്ലെന്ന് മാത്രം, അല്പം മാത്രം താഴ്ത്തി മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ പ്രതാപത്തെ കുറിച്ച് വല്ല പിടിയും കിട്ടിയിട്ടുണ്ടോ? അത് മനസ്സിലാകണമെങ്കിൽ യേശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ യെശയ്യാവ് കണ്ട ദർശനത്തെ ഒന്ന് വിലയിരുത്തി നോക്കണം. യെശയ്യാവ് എന്താ കണ്ടത്? ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ് യെശയ്യാവ് രേഖപ്പെടുത്തുന്നത്. എങ്ങനെ കണ്ടു? കണ്ടത് ഇങ്ങനെയാണ്. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ ആകമാനം നിറച്ചിരുന്നു. മാത്രമല്ല, അവന്റെ സിംഹാസനത്തിന് ചുറ്റും സാറാഫുകൾ നിന്നിരുന്നു. സാറാഫ് എന്ന് പറയുന്നത് സ്രോപ്പേ മാലാഖമാരെ കുറിച്ചാണ്. ദൈവത്തിന്റെ മാലാഖമാരുടെ കൂട്ടത്തിൽ ദൈവത്തോട് ഏറ്റവും അടുത്തു നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന മാലാഖാവൃന്ദത്തിന്റെ പേരാണ് സാറാഫുകൾ അഥവാ സ്രോപ്പേന്മാർ. സാറാഫ് എന്ന വാക്കിന്റെ അർത്ഥം അഗ്നിധാരി എന്നാണ്. എന്താ അച്ഛൻ പറഞ്ഞത്? സാറാഫ് എന്ന വാക്കിന്റെ അർത്ഥം അഗ്നിധാരി, തീക്കുപ്പായമിട്ടവൻ എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ സ്രോപ്പേ മാലാഖമാരുടെ, സാറാഫുകളുടെ വസ്ത്രം തീ കൊണ്ടുണ്ടാക്കിയതാണ്. തീക്കുപ്പായമിട്ടവർ, അതാണ് സാറാഫുകൾ. അവരെ കുറിച്ചാണ് എല്ലാ പരിശുദ്ധ കുർബാനകളിലും അവസാന ഭാഗത്ത് നമ്മൾ ഒരു പാട്ട് പാടാറുള്ളത്. അവസാനമെങ്കിലും പള്ളിയിലെത്താറുണ്ടെങ്കിൽ നിങ്ങളത് കേട്ട് കാണും, ഉറപ്പാണ്. ഏതാണ് ആ പാട്ട്? അഗ്നിമയന്മാർ ആരെ നോക്കിൽ വിറച്ചിടുന്നു,
അവനെ മേശയിൽ അപ്പം വീഞ്ഞായി നീ കാണുന്നു. അടുത്ത വരി, ആരെ മിന്നലുടുത്തോർ നോക്കുകിലെരിയുന്നുടനെ അവനെ മൺമയർ ഭക്ഷിച്ചു മുഖം തെളിയുന്നേറ്റം. ആരെ മിന്നൽ ഉടുത്തോർ, ചിലരാ പാട്ട് പാടുമ്പോ ആരെ മിന്നൽ എടുത്തോർ എന്നൊക്കെ പാടാറുണ്ട്. എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, പാട്ടിന്റെ അർത്ഥമറിയാതെ പാടരുത് കേട്ടോ. ആരെ മിന്നൽ ഉടുത്തോർ നോക്കുകയിൽ എരിയുന്നുടനെ. മിന്നൽ ഉടുത്തവർ, തീക്കുപ്പായമിട്ടവർ, അവരുടെ പേരാണ് സാറാഫുകൾ. ഹല്ലേലൂയ. ഈ പാട്ട് ചില ദിവസം പാടിയാൽ ഒരുപാട് അർത്ഥവ്യത്യാസം വരാറുണ്ട്. ഉദാഹരണം, പെസഹ പെരുന്നാളിന്റെ രാത്രി ഈ പാട്ട് പാടുന്നത് വേറെ ഒരു രാഗത്തിലാണ്. ഏതാണ് ആ രാഗമെന്നറിയാമോ? ഇല്ലല്ലേ, അറിയില്ല. അഗ്നിമയൻ, കേട്ടിട്ടില്ലേ? അങ്ങനെയല്ലേ പാടുക? അഗ്നിമയന്മാർ ആരെ നോക്കിൽ വിറച്ചിടുന്നു അവനെ മേശയിലപ്പം വീഞ്ഞായി നീ കാണുന്നു. പാടാറില്ലേ? ഇവിടെ പീഡാനുപകാര ശുശ്രൂഷയൊന്നും ഇല്ലേ? പെസഹ വ്യാഴാഴ്ച ഇല്ലേ? നിങ്ങൾ പള്ളി പോവാറില്ലേ? ഈ പാട്ട് കേട്ടിട്ടില്ലേ? കഷ്ടമുണ്ട്. ചില പള്ളിയിലൊക്കെ ചെല്ലുമ്പോ ചങ്കത്തടിച്ചു പോയിട്ടുണ്ട്. ഈ പാട്ട് പാടി അങ്ങ് നശിപ്പിക്കും. ചില പള്ളിയില് ഗായക സംഘം പാടുന്നത് ഇങ്ങനെയാ, അഗ്നിമയൻ മാരാരെ നോക്കിൽ വിറച്ചിടുന്നു. എന്താന്ന്? ആരെ നോക്കി? മാരാരെ. ഇങ്ങോട്ട് നോക്കിയോ? അവര് പാടുമ്പോ അതിന്റെ അർത്ഥം എങ്ങനെ വരുമെന്നറിയോ? അഗ്നിമയൻ മാരാരെ നോക്കിൽ വിറച്ചിടുന്നു. മാരാരെ കണ്ട് സ്വർഗത്തിൽ ദൈവം ഞെട്ടി വിറച്ചിരിക്കുകയാണ്. പാട്ടിന്റെ അർത്ഥം അതല്ല. അഗ്നിമയന്മാർ ആരെ നോക്കിൽ വിറച്ചിടുന്നു. നിർത്തേണ്ടത് സ്ഥലം മാറിപ്പോയാൽ സംഗതി മാറിപ്പോവാ. ഹല്ലേലൂയ. നമ്മൾ കുറെ പാട്ടങ്ങനെ ഖണ്ഡിച്ച് പാടിയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ, അതിപ്പോ എന്റെ സബ്ജക്റ്റ് അല്ല. ഈ പാട്ടിൽ പറഞ്ഞത് എന്താ? മാലാഖമാർ മിന്നലുടുത്തവരാണെന്ന്, തീക്കുപ്പായമിട്ട മാലാഖമാർ. അവരെയാണ് യെശയ്യാവ് കണ്ടത്. യെശയ്യാവ് കണ്ടത് എങ്ങനെയാ? സിംഹാസനത്തിൽ ചുറ്റും സാറാഫുകൾ നിന്നിരുന്നു. ഓരോരുത്തൻ 6 ചിറകുകൾ വീതമുണ്ടായിരുന്നു. അതെ, പറക്കാനാണെങ്കിൽ 2 മതിയല്ലോ. പിന്നെ ഒരു മാലാഖയ്ക്ക് എന്തിനാണ് 6 ചിറക്? നിങ്ങളത് എപ്പോഴെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? വേറെ ഒരുപാട് കാര്യം അന്വേഷിക്കാനുണ്ടോ? അതുകൊണ്ട് ഇതുവരെ ഇത് അന്വേഷിക്കാൻ പോയിട്ടില്ല. അത് അന്വേഷിക്കണം പ്രിയപ്പെട്ടവരെ. എന്തിനാണ് ഒരു മാലാഖയ്ക്ക് 6 ചിറക്? തൊട്ട് താഴെ യെശയ്യാവ് എഴുതിയിട്ടുണ്ട്, 2 ചിറക് കൊണ്ടവർ മുഖം മൂടിപ്പിടിച്ചു, 2 ചിറക് കൊണ്ടവർ കാൽപാദം മൂടിപ്പിടിച്ചു, ശേഷിച്ച 2 കൊണ്ടവർ പറന്നു. ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് ആർത്തട്ടഹസിച്ച് സ്തുതിക്കുന്ന ശബ്ദത്തിന്റെ ആ ഉച്ചസ്ഥായിയിൽ ആലയത്തിന്റെ ഉമ്മറപ്പടികൾ കുലുങ്ങി. ഹല്ലേലൂയ. ദൈവത്തിന്റെ അടുത്ത് നിന്ന് ആരാധന കഴിക്കുന്ന ശ്രോപ്പയമാലാഖമാർക്ക് പോലും അടുത്ത് ചെന്ന് ആരാധിക്കാൻ കഴിയാത്ത ജ്വലിപ്പിക്കുന്ന അഗ്നിയായിരുന്നു ദൈവം, ആളിക്കത്തുന്ന അഗ്നിയായിരുന്നു ദൈവം. ഈ മഹാഅഗ്നിക്ക് മുമ്പിൽ അവർ കത്തിപ്പോകാതിരിക്കാനാണ് മുഖം 2 ചിറക് കൊണ്ട് മറച്ചു പിടിച്ചത്, കാൽപാദം 2 ചിറക് കൊണ്ട് മറച്ചു പിടിച്ചത്. ശരീരം മുഴുവനും തീക്കുപ്പായം കൊണ്ട് മറച്ചിട്ടുള്ളതിനാൽ ശരീരത്തിന് തീപിടിക്കില്ല. കാലുകളിലെ കുപ്പായത്തിന് മറയില്ല. കാല് മറച്ചില്ലെങ്കിൽ കാല് കത്തിപ്പോകും. മുഖത്ത് ഈ കുപ്പായത്തിന്റെ ആവരണമില്ല. മുഖം മറച്ചില്ലെങ്കിൽ മുഖം കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് സറാഫേന്മാർ കാലും മുഖവും മൂടിക്കൊണ്ട് ദൈവത്തെ ആരാധിച്ചത്. എന്നിട്ട് നിങ്ങളൊന്ന് കേട്ടെ, ദൈവത്തിന്റെ മാലാഖമാരിലെ അത്യുന്നത ഗണമായ സാറാഫുകൾ പോലും കാലും മുഖവും മൂടിക്കൊണ്ടാണ് ഈ ദൈവത്തെ ആരാധിച്ചത് എന്നിരിക്കെ മനുഷ്യന് ദൈവത്തെ ആരാധിപ്പാൻ ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ ദൈവത്തോടു കൂടെയും ദൈവം മനുഷ്യനോടു കൂടെയും നടന്നു. ഹല്ലേലൂയ. മനുഷ്യന് പൊള്ളലേറ്റില്ല.
ദൈവവും മനുഷ്യനും മുഖാമുഖം സംസാരിച്ചു. പക്ഷെ മനുഷ്യന് പൊള്ളലേറ്റില്ല. എന്തുകൊണ്ട് മനുഷ്യന് പൊള്ളലേറ്റില്ലെന്നാണ് ഇവിടത്തെ വിഷയം. കാരണം ദൈവ തേജസ്സിന്റെ തൊട്ടടുത്ത തേജസ് മനുഷ്യനുണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവ തേജസ്സിന്റെ തൊട്ടടുത്ത തേജസ്, അതാണ് സങ്കീർത്തകൻ പാടിയത്. ദൈവമേ, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. മിന്നിത്തിളങ്ങുന്ന പ്രകാശം, കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശമാണ് ദൈവമെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന മറ്റൊരു പ്രകാശഗോളമായിരുന്നു മനുഷ്യൻ. അതായിരുന്നു മനുഷ്യൻ. എന്നിട്ടോ ഈ സ്രഷ്ടാവായ ദൈവത്തെ മനുഷ്യൻ സംശയിച്ചു, മനുഷ്യൻ അവിശ്വസിച്ചു. പാമ്പ് പറഞ്ഞതിനെ വിശ്വസിച്ചു, പാമ്പിനെ വിശ്വസിച്ചു. പാമ്പ് പറഞ്ഞത് കേട്ട് ദൈവത്തെ വെല്ലുവിളിച്ച് ദൈവം വിലക്കിയ വൃക്ഷഫലം തിന്നു, പാപം ചെയ്തു. അപ്പോൾ ദൈവ തേജസ് നഷ്ടമായി, ദൈവ കൂട്ടായ്മ നഷ്ടമായി, ദൈവിക ജീവൻ നഷ്ടമായി, ദൈവിക പറുദീസ നഷ്ടമായി, ദൈവം കൊടുത്ത പൗരോഹിത്യം നഷ്ടമായി, രാജത്വം നഷ്ടമായി. നഷ്ടം മാത്രമേ വന്നുള്ളൂ. അവൻ അവിടെ നിന്ന് പുറന്തള്ളപ്പെട്ടു. പാപത്താൽ മനുഷ്യൻ ദൈവത്തിൽ നിന്നകന്നു. സ്തോത്രം. പരിശുദ്ധനായ ദൈവത്തിന് വിശുദ്ധനായ മനുഷ്യനോട് കൂട്ടായ്മയുണ്ട്. അല്ല, വിശുദ്ധനായ മനുഷ്യന് പരിശുദ്ധനായ ദൈവത്തോട് കൂട്ടായ്മയുണ്ട്. എന്നാൽ ഒരു പാപിക്ക് ദൈവത്തോടൊരു കൂട്ടായ്മയില്ല. ഹല്ലേലൂയ. പാപമുള്ള ഏത് മനുഷ്യനും ദൈവത്തിൽ നിന്ന് വിദൂരസ്ഥനാണ്. ഇന്ന് രാത്രി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ അറിയുവാൻ ദൈവാത്മാവ് അരുളി ചെയ്യുന്നു. ഏതെങ്കിലും പാപത്തിന്റെ പിടിയിൽ അമർന്നാണ് ഇന്ന് രാത്രി നീ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിശ്ചയമായും കുഞ്ഞെ, നീ ഇന്നും ദൈവത്തിന് വിദൂരസ്ഥനാണ്, സമീപസ്ഥനല്ല. എങ്ങനെയാ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയെന്ന് മനസ്സിലായോ? ഇല്ലേ? എല്ലാരും പോയോ? മറുപടിയൊന്നും കിട്ടിയില്ല. മനുഷ്യൻ എങ്ങനെയാ ദൈവത്തിൽ നിന്ന് അകന്നു പോയെന്ന് മനസ്സിലായോ? എങ്ങനെയാ? പാപം ചെയ്തതുകൊണ്ട്. ആമേൻ. പാപം ചെയ്തതുകൊണ്ട്, അതുകൊണ്ട് മാത്രം. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഏതെങ്കിലും പാപത്തിന് അധികാരമുണ്ടോ? ഉണ്ടോ? മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിന് സമീപസ്ഥരോ അതോ വിദൂരസ്ഥരോ? ക്രൂശിലൂടെ നമ്മെ ദൈവത്തോട് നിരപ്പിച്ചതാണ്. എന്നിട്ടും എന്തേ വിദൂരസ്ഥരായി കഴിയുന്നു? ചിന്തിക്കണം. അതെ, വിദൂരസ്ഥരായിരിക്കുന്ന രണ്ടുപേർ സമീപസ്ഥരാകാൻ എന്താണ് മാർഗം? 3 സാധ്യതകളുണ്ട്. വിദൂരസ്ഥരായിരിക്കുന്ന രണ്ടുപേർ സമീപസ്ഥരാകാൻ 3 സാധ്യതകളുണ്ട്. ഒന്നാമത്തെ സാധ്യത ഇതാ, ഈ അച്ഛൻ അങ്ങ് ദൂരെ ഇരിക്കുകയാണ്. പള്ളിയുടെ വടക്കേ കോണിലാണ് അച്ഛൻ ഇരിക്കുന്നത്. എന്റെ കൂടെ വന്ന് പാട്ടുപാടുന്ന ഈ കുഞ്ഞുങ്ങൾ അവരിയ്ക്കുന്നത് പള്ളിയുടെ തെക്കേ കോണിലാണ്. വിദൂരസ്ഥരാണ്. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ സാധ്യത, വടക്കേ കോണിൽ ഇരിക്കുന്നയാൾ എഴുന്നേറ്റ് തെക്കേ കോണിലേക്ക് നടക്കണം. ഇവരിയ്ക്കുന്നിടത്തേക്ക് വന്നാൽ രണ്ടു കൂട്ടരും സമീപസ്ഥരായി. മനസ്സിലാവുണ്ടോ? ഉണ്ടോ? ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ രണ്ടാമതൊരു സാധ്യതയുണ്ട്. ഈ തെക്കേ കോണിൽ ഇരിക്കുന്നവർ എഴുന്നേറ്റ് വടക്കോട്ട് നടക്കണം. അച്ഛന്റെ അരികിൽ ചെന്നവരിരുന്നാൽ അവർ സമീപസ്ഥരായി. രണ്ടാമത്തെ സാധ്യത. ഇനി ഇത് രണ്ടുമല്ലെങ്കിൽ മൂന്നാമതൊരു സാധ്യതയുണ്ട്. വടക്കേ കോണിൽ ഇരിക്കുന്നയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് തെക്കോട്ട് നടക്കുക. അപ്പോൾ തന്നെ തെക്കു വശത്തിരിക്കുന്നവർ എഴുന്നേറ്റ് വടക്കോട്ട് നടക്കുക. നടുവിൽ വെച്ച് കൂട്ടിമുട്ടും. സമീപസ്ഥരായി. ഈ മൂന്നല്ലാതെ നാലാമതൊരു സാധ്യത, ദൂരസ്ഥർ സമീപസ്ഥരാകാൻ വേറെ ഇല്ല. ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്നോട് പറയാമോ? എന്നേക്കാൾ ജീനിയസ് ആണ് നിങ്ങളെന്ന് എനിക്കറിയാം. വളരെ ബുദ്ധിയുള്ളവരാണ്, വിവേകമുള്ളവരാണ് നിങ്ങളെന്ന് എനിക്കറിയാം. ആർക്കെങ്കിലും ഒരു നാലാമത്തെ സാധ്യത പറയാനുണ്ടോ? എന്നോട് പിണങ്ങാൻ സമയമായിട്ടില്ല. ഇപ്പോഴേ നിങ്ങൾ എന്നെ രൂക്ഷമായിട്ട് നോക്കരുത്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട ഇവിടം വരെ വന്നത്. ചിലരുടെ നോട്ടമൊക്കെ കണ്ടിട്ട് എനിക്ക് പേടിയാകുന്നു. കുറച്ചുകൂടെ ഒന്ന് മസിൽ വെട്ടിയിരുന്നേ. ഹല്ലേലൂയ. നാലാമതൊരു സാധ്യത നിങ്ങൾക്ക് പറയാൻ പറ്റുമോ?
ദൈവമക്കളെ, വിദൂരസ്ഥരായിരിക്കുന്നവർ സമീപസ്ഥരാകാൻ 3 സാധ്യതകളേ ഉള്ളൂ. ഒന്നുകിൽ ഒന്നാമൻ രണ്ടാമന്റെ അരികിലേക്ക് ചെല്ലണം, അല്ലെങ്കിൽ രണ്ടാമൻ ഒന്നാമന്റെ അരികിലേക്ക് ചെല്ലണം. അതുമല്ലെങ്കിൽ രണ്ടുപേരും പരസ്പരം നടുന്നെടുത്ത് നടുവിൽ വെച്ച് ഒന്നാകണം. ഇതല്ലാതെ മറ്റൊരു സാധ്യതയില്ല. ദൈവമക്കളെ, ഇന്ന് എത്രയോ പേർ ദൈവത്തിൽ നിന്ന് വിദൂരസ്ഥരായി കഴിയുന്നു. എത്രയോ പേർ ദൈവത്തിൽ നിന്ന് വിദൂരസ്ഥരായി കഴിയുന്നു. എന്തിന്? ദൈവത്തിൽ നിന്ന് മാത്രമല്ല, ജീവിതത്തിൽ എത്രയോ പേർ പരസ്പരം വിദൂരസ്ഥരായി കഴിയുന്നു. ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം പേരും വിവാഹിതരാണെന്ന് അച്ഛൻ വിചാരിക്കുകയാണ്. വിവാഹ ഉടമ്പടി ആശീർവദിക്കുന്ന സമയത്ത് അതിന്റെ സമാപന ഘട്ടത്തിൽ മണവാളന്റെയും മണവാട്ടിയുടെയും വലതുകരത്തോട് ചേർത്ത് പിടിപ്പിച്ച് വിവാഹം ആശീർവദിക്കുന്ന പുരോഹിതൻ അല്ലെങ്കിൽ മഹാപുരോഹിതൻ ഒരു ഉടമ്പടി അവരെ കൊണ്ട് വെപ്പിക്കുന്നുണ്ട്. എന്താണത്? ഇതാ, ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. ഇല്ലേ? അങ്ങനൊരു സംഗതി നിങ്ങളുടെ കല്യാണത്തിന് സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇന്നു മുതൽ മരണം വരെ രണ്ടിലൊരാൾ ദൈവ പദ്ധതി പ്രകാരം വേർപെടുന്ന നാൾ വരെ തോളോട് തോൾ ചാരി, മനത്തോട് മനയം ചാരി, ഹൃദയത്തോട് ഹൃദയം ചാരി, ഇണപിരിയാതെ നിങ്ങൾ ഒന്നായിരിക്കണം. കരങ്ങളല്ല, ആത്മാക്കൾ ഒന്നാകണം, ഹൃദയങ്ങൾ ഒന്നാകണം, മനസ്സുകൾ ഒന്നാകണം, ശരീരങ്ങൾ ഒന്നാകണം. നിങ്ങൾ ഒന്നാണ്. നിങ്ങളിൽ 2 ആളുകളില്ല, നിങ്ങൾ 2 വ്യക്തികളല്ല. ഇനി നിങ്ങൾ 2 അല്ല, നിങ്ങൾ ഒന്നത്രേ ആകുന്നു. ഇത് നിങ്ങൾ എല്ലാവരും കേട്ടതല്ലേ? കല്യാണം കെട്ടിച്ച അച്ഛനെ ഓർമ്മയുണ്ടോ? ആ കല്യാണം കെട്ടിച്ച അച്ഛൻ അതിന് ശേഷം എപ്പോഴെങ്കിലും പോയി കണ്ടിട്ടുണ്ടോ? നന്ദി പറഞ്ഞിട്ടുണ്ടോ? നന്ദി അല്ല പറയണത്. എന്നെ ഈ കുരിശേറ്റിയച്ച് അച്ഛന് ഞാൻ വെച്ചിട്ടുണ്ടെന്ന്. വർഷത്തിൽ ഒരിക്കലെങ്കിലും വിവാഹം ആശീർവദിച്ചു തന്ന അച്ഛനെ പോയി കാണണം. അച്ഛന്റെ ഒരു അനുഗ്രഹം മേടിക്കണം. അതൊക്കെ നന്മയാ. കുടുംബം ഉണ്ടെങ്കിലേ ഇത് നടക്കുള്ളൂ എന്ന് ആ കൂട്ടത്തിൽ പറയണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളൊക്കെ ജീവിതത്തിൽ ഓർത്തു വെക്കേണ്ട ഒരു പാഠമാണ്. എന്നെ അങ്ങനെ ചിലർ വന്ന് കാണാറുണ്ട്. ഒരു ദിവസം എന്നെ ഒരാൾ ഫോണിൽ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഞങ്ങളെ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് വലിയ ഓർമ്മയൊന്നും കിട്ടുന്നില്ല. ഞങ്ങൾ അച്ഛനെ വിളിക്കുന്നത് അബുദാബിയിൽ നിന്നാണ്. എന്തേ വിളിച്ചത്? ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്തു തരണം. എന്താണ് ഉപകാരം? ഞങ്ങളുടെ മകന്റെ വിവാഹം അച്ഛൻ നടത്തി തരണം. അതെന്താ അച്ഛൻ നടത്തി തരണമെന്ന് പറയാൻ കാരണം? അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ? അതെ അച്ഛോ, അതിനൊരു കാരണമുണ്ട്. അതെന്താ അത്? ഞങ്ങളുടെ കല്യാണം 26 കൊല്ലം മുമ്പ് അച്ഛനാണ് നടത്തി തന്നത്. അതുകൊണ്ട് മകന്റെ കല്യാണവും അച്ഛൻ തന്നെ നടത്തി തരണമെന്ന് ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്. അതെന്താ, വേറൊരു അച്ഛൻ നടത്തിയാൽ അതിന് കുഴപ്പമുണ്ടോ? അല്ല അച്ഛാ, 26 കൊല്ലം മുമ്പ് ഞങ്ങളുടെ വിവാഹം ആശീർവദിക്കുന്നെന്ന് അച്ഛൻ പറഞ്ഞ പ്രസംഗവും അന്നത്തെ പ്രബോധനവും അത് ഞങ്ങൾക്ക് തന്ന വെളിച്ചവും അതിൽ നടന്നതിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ കൃപകളും മറന്നിട്ടില്ല. ഞങ്ങളുടെ മകനും ആ അനുഗ്രഹം കിട്ടണമെന്ന് ആശിച്ചാണ് ആ കല്യാണം അച്ഛൻ കെട്ടിച്ചു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. എന്ത് ആഹ്ലാദമാണെന്ന് ഞാൻ അനുഭവിച്ചെന്നറിയാമോ? 26 കൊല്ലം കഴിഞ്ഞിട്ടും കല്യാണം കഴിച്ചു കൊടുത്ത അച്ഛനെ ഓർത്തല്ലോ. നിങ്ങളുടെ കല്യാണം കെട്ടിച്ച ആരാന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ചുമ്മാ പറയണതല്ലേ? ഇല്ലെങ്കിൽ ആ തൊട്ടടുത്ത ദിവസം ഫോൺ നമ്പർ തപ്പിപ്പിടിച്ച് അച്ഛനെ ഒന്ന് വിളിച്ച് നന്ദി പറയണം. അല്ല, ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, അന്ന് ഇങ്ങനൊക്കെ ഉടമ്പടി വെച്ച് കൈയോട് ചേർത്ത് വിട്ടതാണ്. ഇപ്പോഴെന്താ അവസ്ഥ? ഒന്നാണോ? ഭാര്യാഭർത്താക്കന്മാർ സമീപസ്ഥരാണോ അതോ ദൂരസ്ഥരാണോ? പല വീടുകളിലും ഇന്ന് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഒരു വീട്ടിലാണ് താമസിക്കുന്നത്, ഒരു മുറിയിലാണ് ഉറങ്ങുന്നത്, സത്യം. പക്ഷെ അവർ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഒരാൾ വടക്കേ കോണിലും ഒരാൾ തെക്കേ കോണിലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാണ് കിടപ്പ്. ചില വീട്ടിൽ ഒരാൾ ഒരു മുറിയിലും വേറൊരാൾ വേറൊരു മുറിയിലുമാണ് താമസം. അവർ തമ്മിൽ ഒരു ബന്ധവുമില്ല. ചില വീടുകളിലൊക്കെ ഭാര്യാഭർത്താക്കന്മാർ മനസ്സുകൊണ്ട് ഡൈവോഴ്സ് ചെയ്ത് കഴിഞ്ഞവരാണ്. വർഷങ്ങളായി അവർ തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷേ മിടുക്കരാണ് നമ്മുടെ ആളുകൾ നാടകം കളിക്കാൻ. പുറത്തെവിടെയെങ്കിലും പോവുകയാണെന്ന് വെച്ചാൽ, ഒരു ഫംഗ്ഷന് പോവുകയാണെന്ന് വെച്ചാൽ, പള്ളിയിൽ പോവുകയാണെന്ന് വെച്ചാൽ, മെയ്ഡ് ഫോർ ഈച്ചർ എന്ന് പറഞ്ഞ പോലെ പരസ്പരം അവര് മാച്ചാവുന്ന വസ്ത്രമൊക്കെ ധരിക്കും, അണിഞ്ഞൊരുങ്ങി അങ്ങനെ ഇറങ്ങും, ഒരു വാഹനത്തിൽ യാത്ര ചെയ്യും. എവിടെ ചെന്നാലും എല്ലാവരും കാണും മാതൃകാ ദമ്പതിമാർ. നോക്കുക, അവർ ഒരേപോലത്തെ വസ്ത്രം ധരിച്ചിരിക്കുന്നു. എത്ര മനോഹരമായിട്ടാണോ നടക്കുന്നത്. തിരിച്ച് വണ്ടിയെ കയറിയ പിന്നെ പ്രിയപ്പെട്ടവരെ കടന്നൽ കുത്തിയതുപോലെ മുഖം വീർക്കും.
തീർക്കും, പിന്നെ അവർ മിണ്ടുകയില്ല. ഈ നാടകം കളിക്കുന്ന കള്ളന്മാരും കള്ളികളും ഇതിനകത്ത് വന്നിരിപ്പുണ്ട്, സത്യമായിട്ടും ഇരിപ്പുണ്ട്. ഒരു ദിവസം ഞാനൊരു വീട്ടിലേക്ക് ചെല്ലുകയാ, വല്ലപ്പോഴുമൊക്കെ പോകുന്ന വീടാണ്. സന്ധ്യയോടടുത്ത് സമയമാണ്. അതുവഴി കടന്നു പോയപ്പോൾ ഒന്ന് കയറി പ്രാർത്ഥിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പോകാമെന്നോർത്ത് കയറിയതാണ്. മുറ്റത്തേക്ക് വണ്ടി കയറ്റിയില്ല, റോഡിലാണ് വണ്ടി നിർത്തിയത്. എന്നിട്ട് ഗേറ്റ് തുറന്ന് പതുക്കെ അകത്ത് ചെല്ലുമ്പോൾ വലിയ ലഹള നടക്കുകയാണ് വീട്ടില്. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ഭയങ്കര വെല്ലുവിളിയുടെ ശബ്ദത്തിൽ അട്ടഹസിക്കുകയാണ്. ഭീകരമായ ഒച്ചപ്പാടാണ് കേൾക്കുന്നത്. എന്തൊക്കെയോ നിലത്തിട്ട് അടിക്കുന്ന ഒച്ച കേൾക്കാം. അവളെ തല്ലിയതാണോ അവൾ ഇയാളെ തല്ലിയതാണോ എന്ന് എനിക്ക് ഇപ്പോഴും പിടിയില്ല. പ്രിയപ്പെട്ടവരെ, എന്തായാലും വലിയ ലഹള നടക്കുകയാണ്. തിരിച്ചു പോയാലോ എന്ന് ആദ്യം ഓർത്തു. പിന്നെ ഞാനിങ്ങനെ വിചാരിച്ചു, TV-യിൽ വല്ല പ്രോഗ്രാമും വെച്ചിട്ട് അതിൽ നിന്ന് കേൾക്കുന്ന ബഹളമാണെങ്കിലോ ഞാൻ പൊട്ടനായി പോകില്ലേ. കോളിംഗ് ബെല്ല് ഒന്നടിച്ചു. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് കരണ്ട് പിടിച്ചതുപോലെ ഈ ബഹളം അവിടെ നിലച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് TV-യിലെ പ്രോഗ്രാം അല്ലെന്ന്. ദൈവമക്കളെ, കുറച്ചു നേരം നിന്നിട്ട് ഒരു റിപ്ലൈ വീടിനകത്തൊന്നും ഉണ്ടായില്ല. നിതാന്ത നിശബ്ദത, ശ്മശാന മൂകത. അപ്പോൾ ഞാൻ കോളിംഗ് ബെല്ല് ഒന്നോടെ അടിച്ചു. അപ്പോൾ ഈ ഭാര്യയും ഭർത്താവും കൂടെ വാതിക്കൽ വന്ന് വാതിൽ തുറന്ന് എന്നെ കണ്ടു. ആശ്ചര്യത്തോടെ, അയ്യോ അച്ഛ, ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്താ അച്ഛൻ അപ്രതീക്ഷിതമായി? ഞാൻ പറഞ്ഞു, ഇതുവഴി പോയപ്പോ നിങ്ങളെ ഒന്ന് കാണാൻ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ, ഒന്ന് പ്രാർത്ഥിക്കാൻ കയറിയതാ. അയ്യോ, എന്തൊരു സ്നേഹം. എടിയേ, അച്ഛന് നമ്മൾ എന്നതാ കൊടുക്കുന്നേ? അച്ചായ, അച്ഛനെ ഇരുത്ത്, തോർത്ത് ടർക്കി ഇങ്ങോട്ടെടുത്ത് വിരിച്ചാട്ടെ, അച്ഛന്റെ ഉടുപ്പേ ചെളിയാകാതിരിക്കട്ടെ. പിന്നെ എന്നാ ഒരു സ്നേഹപ്രണയം. അച്ചായോ, എന്റെ മോളെ, എന്ത് വിളിയാ, എന്ത് സ്നേഹമാ, എന്ത് പ്രണയമാ. അച്ഛൻ പോകുന്നത് വരെ മഹാ അഭിനയമായിരുന്നു. പ്രിയപ്പെട്ടവര്, ഞാൻ ഓർക്കുകയാ, ഇവരെയൊക്കെ സിനിമാക്കാർക്ക് കിട്ടിയായിരുന്നെങ്കിൽ ഇപ്പൊ സിനിമാ ഫീൽഡിലുള്ള സകല മനുഷ്യർ ഔട്ടായി പോയത്. എന്ത് മനോഹരമായ അഭിനയം. അഭിനയ കലയിൽ ഉർവശി അവാർഡ് വാങ്ങേണ്ട സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ദൈവമക്കളെ, തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ദൈവം കൂട്ടിച്ചേർത്ത് ഒന്നാക്കി വിട്ടവരെന്ന് വിദൂരസ്ഥരായി കഴിയുന്നുവോ? ഇങ്ങനെയാണ്, അകന്നാണ് കഴിയുന്നതെന്ന് അറിഞ്ഞപ്പോ ഞാനൊരു കുടുംബത്തോട് ചോദിച്ചു, നിങ്ങൾ പിന്നെ എന്തിനാ ഒരു വീട്ടിൽ താമസിക്കുന്നത്? നിങ്ങൾക്ക് രണ്ടുപേർക്ക് സ്വന്തം ജോലിയുണ്ട്, ഇഷ്ടം പോലെ വരുമാനമുണ്ട്, സ്വന്തം ബാങ്ക് ബാലൻസ് ഉണ്ട്. എന്നാ പിന്നെ നിങ്ങൾ മനസ്സുകൊണ്ട് ഡൈവോഴ്സ് ചെയ്തിട്ട് 13 കൊല്ലമായി പിരിഞ്ഞങ്ങ് താമസിച്ചുകൂടെ? അപ്പോഴവര് പറഞ്ഞ മറുപടി, അച്ചോ അത് ബുദ്ധിമുട്ടാ. അതെന്താ? അത് ഞങ്ങളുടെ സ്റ്റാറ്റസിനെ ബാധിക്കും. അങ്ങനെ ഒരു വലിയ സാധനം നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. എന്നതാ അത്? മിണ്ടിയിട്ട് മരിക്കാൻ പറ്റില്ല. എന്നോട് എന്താന്ന് ഇത്ര വിരോധം? വന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ പൊക്കോളാം. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്താ സാധനത്തിന് പേര്? സ്റ്റാറ്റസ്. ഞങ്ങളുടെ സ്റ്റാറ്റസ് സമ്മതിക്കില്ല, അതുകൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോവുക. കീരിയും പാമ്പുവാന്ന്, യാതൊരു ബന്ധവും ഇല്ലെന്ന് അവര് തമ്മില്. സ്റ്റാറ്റസ് അത് വലിയ സംഗതിയാണല്ലേ. അതങ്ങ് മുറുക്കെ പിടിച്ചങ്ങ് ഇരുന്നോ. തമ്പുരാന്റെ മുമ്പിൽ സ്റ്റാറ്റസ് ചെലവാവില്ല, ലജ്ജിച്ചു പോകേണ്ടി വരും. വേറെ ഒരു കുടുംബത്തിൽ ഇതുപോലത്തെ അവസ്ഥയാ. യാതൊരു ബന്ധവുമില്ല ഭാര്യയും ഭർത്താവും തമ്മിൽ. ഒരാൾ മുകളിലത്തെ നിലയിലെ താമസം, ഒരാൾ താഴത്തെ നിലയിലെ താമസം. ഭാര്യ ഒരു ആഹാരം ഉണ്ടാക്കി ഭർത്താവിന് കൊടുക്കൂല, ഭർത്താവ് എന്താ ആഹാരം ഉണ്ടാക്കിയാലും ഭാര്യയ്ക്കും കൊടുക്കൂല. രണ്ടായിട്ടാ വെച്ചു കുടിക്കണത്. തൃശ്ശിലേരിയിലെ കാര്യമല്ല, ഇവിടെ അതിലും മൂത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ പിന്നെ പറയാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് വേറെ നാട്ടിലെ കാര്യമാ. ഭർത്താവിന് ചിലപ്പോ ഭാര്യ ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കത്തില്ല, ചോദിക്കാനും പോകില്ല കേട്ടോ, കാരണം മിണ്ടൂല്ലല്ലോ. ഭർത്താവ് മിക്കപ്പോഴും കടയിൽ നിന്ന് സാധനം വാങ്ങിക്കൊണ്ടെന്നാ കഴിക്കുന്നത്. ഇയാളുടെ മുറിയിൽ ഒരു ഓവനുണ്ട്, ഇതിനകത്ത് ചൂടാക്കി ഇയാൾ തിന്നും. ഫ്രിഡ്ജും ഉണ്ട്, ഭാര്യയായിട്ട് ഒരു ബന്ധമില്ല. ഇയാൾ കടയിൽ പോയി സാധനം വാങ്ങിച്ചാൽ അവിടെ ഇരുന്ന് കഴിക്കില്ല. അവിടെ ഇരുന്ന് കഴിച്ചാൽ എന്താ വീട്ടിൽ പുള്ളിക്കാരത്തി ഇല്ലേ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റാത്തതുകൊണ്ട് ഇത് പാഴ്സലായി മേടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകും. അപ്പോൾ നാട്ടുകാരുടെ വിചാരം പാഴ്സലായിട്ട് മേടിച്ചു കൊണ്ടുപോയി വെച്ച് ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് കഴിക്കുവാന്നാ. ഇതിയാൻ മുറി പോയിരുന്നു ഒറ്റയ്ക്ക് തന്നെ, പഴത്തൊലി പോലും ഭാര്യയ്ക്ക് കൊടുക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ കുടുംബത്തോട് ചോദിച്ചേ, നിങ്ങൾക്ക് എന്താ പിന്നെ അങ്ങ് പിരിയാൻ പാടില്ലേ? അവർ പറഞ്ഞു, പിരിയാൻ തന്നെയാ തീരുമാനം, എന്നിട്ട് എന്ത് താമസം? അപ്പോ അവർ രണ്ടുപേരും കൂടെ പറഞ്ഞ മറുപടി, ഞങ്ങൾക്ക് 3 മക്കളുണ്ടച്ചോ, അവരുടെ ഭാവി ഓർത്തിട്ട്. ഒരു മോളുണ്ട്, അതിനെ നല്ല കുടുംബത്ത് കെട്ടിച്ചു വിടണം. ഇത് നല്ല കുടുംബമാണല്ലോ, ഞങ്ങളുടെ മോളെ നല്ല കുടുംബത്ത് കെട്ടിച്ചു വിടണം. അതിനുവേണ്ടി ഞങ്ങൾ ഒരു വീട്ടിൽ താമസിച്ചേ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ ആമ്പിള്ളേര് കല്യാണം കഴിക്കുമ്പോൾ നല്ല തറവാട്ടിൽ നിന്ന് പെണ്ണ് കിട്ടണമെങ്കിൽ ഇവിടെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. നല്ല തറവാട്, അവർക്ക് നല്ല തറവാട്ടിൽ നിന്ന് പെണ്ണ് കിട്ടണം. അതിനുവേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക. കള്ളനാണയങ്ങൾ അല്ല. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു എന്തിനാണെന്ന് നിങ്ങളുടെ വിചാരം? നിങ്ങളിപ്പോ വിദൂരസ്ഥരാണോ അതോ സമീപസ്ഥരാണോ? ഭാര്യ ഭർത്താക്കന്മാര്, ഇവിടെ സഹോദരി ഒളി കണ്ണിട്ട് അങ്ങോട്ട് നോക്കുന്നു. ഭർത്താവ് ദൂരത്താണല്ലോ ഇരിക്കുന്നതെന്ന അർത്ഥത്തിലായിരിക്കും, അല്ലേ? ആമേൻ. ദൈവമക്കളെ, വിവേകം ഉദിക്കണം. ദൈവം ഒന്നാക്കി ചേർത്തവരിന്ന് രണ്ടായി പിരിഞ്ഞു കഴിയുന്നുവെങ്കിൽ നിങ്ങൾ വിദൂരസ്ഥരായി തീർന്നിരിക്കുന്നു. എന്തിന്?
ഒരമ്മ പ്രസവിച്ച മക്കൾ, ഒരു പായിൽ ഉറങ്ങിയവർ, ഒരു പാത്രത്തിലുണ്ടവർ, ചേട്ടാനിയ എന്ന് മുഴുവനും വിളിക്കാതിരുന്നവർ, തോളിൽ കൈയിട്ട് നടന്നവർ, വർഷങ്ങൾ എത്രയായി തമ്മിൽ മിണ്ടാതെയായിട്ട്, ഒരാവശ്യം വിളിക്കാതെയും വിളിച്ചാൽ കയറിപ്പോകാതെയുമായിട്ട്, കൂടപ്പറപ്പുകളാണത്രേ, തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇന്ന് ഈ നാട്ടിൽ എത്രയോ സഹോദരങ്ങൾ ദൂരസ്ഥരായി തീർന്നിരിക്കുന്നു. ഒരമ്മ പ്രസവിച്ച മക്കൾ, ഒരപ്പൻ ജന്മം കൊടുത്ത മക്കൾ, എന്തിന് നൊന്തുപെറ്റ അമ്മയും അനുഗ്രഹിക്കപ്പെട്ട മക്കളും തമ്മിൽ ഇന്നൊരു ബന്ധവുമില്ല. അമ്മ ജീവിച്ചത് ഈ മകന് വേണ്ടിയാ, മകൾക്ക് വേണ്ടിയാ. അമ്മയെ തിന്നാണ് കുഞ്ഞെ നീ വലുതായത്. അമ്മയുടെ നെഞ്ചിൽ നിന്ന് നീ പാലൂറ്റി കുടിച്ചപ്പോ അമ്മയെയാണ് നീ തിന്നത്. അമ്മയുടെ പ്രാണനെയാണ് നീ വലിച്ചു കുടിച്ചത്. അമ്മയുടെ ചോരയും നീരുമാണ് നീ വലിച്ചു കുടിച്ചത്. മുലയൂട്ടുന്ന അമ്മമാരെ സൂക്ഷിച്ച് നിരീക്ഷിക്ക്. അസ്ഥികൂടം പോലെ അവർ ആടിപ്പോകും. എന്താണ് അമ്മ അങ്ങനെ ആടാൻ കാരണം? മുലയൂട്ടുന്ന അമ്മ 365 ദിവസവും ബിരിയാണി തിന്നാലും ആടി നിൽക്കും. കാരണം അമ്മയുടെ ചോരയും നീരും ഈ കുഞ്ഞു ഊറ്റി കുടിക്കുകയാണ്. അമ്മയെ നിന്ന് വളർന്ന നീ നിന്റെ അമ്മയിൽ നിന്ന് വിദൂരസ്ഥയാണോ, അതോ നീ നിന്റെ അമ്മയ്ക്ക് സമീപസ്ഥനാണോ എന്ന് നിന്നോട് ചോദിക്കുക. ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചാൽ അതിനെ വളർത്തി വലുതാക്കി വടവൃക്ഷമാക്കാൻ വേണ്ടി അധ്വാനിക്കുന്നവനാണ് അപ്പൻ. അപ്പൻ മക്കൾക്ക് അപ്പമായി മാറുകയാണ്. അവസാനം അവൻ ജരാനരകൾ ബാധിച്ച് മധ്യവയസ്സിൽ തളർന്നു വീഴുന്നു. മക്കളോ വളർന്നു വടവൃക്ഷങ്ങളായി മാറുന്നു. അപ്പനോട് ഇഷ്ടമല്ലാത്ത മക്കൾ, അപ്പനോട് മിണ്ടാത്ത മക്കൾ, അപ്പനെ കാണുമ്പോൾ മുഖം തിരിക്കുന്ന മക്കൾ. ഓർത്തു നോക്ക്, എവിടെയാണ് നിങ്ങൾ? ദൂരസ്ഥരാണോ, സമീപസ്ഥരാണോ? അപ്പോൾ ദൈവത്തോട് മാത്രമല്ല, ലോകത്തുള്ള പ്രിയപ്പെട്ടവരോടും നമ്മിൽ പലരും വിദൂരസ്ഥരാണ്. വിദൂരസ്ഥരായിരിക്കുന്നവർ സമീപസ്ഥരാകണം ഈ രാത്രി. ഹല്ലേലൂയ. വലിയ നോമ്പിൽ ഒരു കൺവെൻഷൻ നടത്തിയത് കൊണ്ട്, മനോഹരമായ ഒരു കൊയർ പാടിയത് കൊണ്ട്, അച്ഛൻ വന്ന് പ്രസംഗിച്ചത് കൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് പുണ്യമൊന്നും കിട്ടാനില്ല. കേൾക്കുന്ന വചനം കുഞ്ഞ് നിന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകണം. ഹല്ലേലൂയ. നീ ഇന്ന് രാത്രി നിരപ്പിന്റെ അനുഭവത്തിലേക്ക് വരണം. നിന്റെ ദൈവത്തോട് നീ നിരന്നുകൊള്ളണം. നിന്റെ പ്രിയപ്പെട്ടവരോട് നീ നിരന്നുകൊള്ളണം. വിദൂരത്തായിരിക്കുന്നവർ സമീപസ്ഥരാകണം. ഐകമത്യത്തിന്റെ കാഹളം മുഴങ്ങണം. ഭിന്നത തീകണം. ദൈവത്തിൽ ഒന്നാകണം. അല്ലെന്നാകിൽ ദൈവസന്നിധിയിൽ ക്രൂശിൽ യാഗമായ മശിഹായുടെ യാഗം നിന്റെ ജീവിതത്തിൽ ഒരു പ്രയോജനവും ചെയ്തില്ല എന്ന് വരും. ഒരു പ്രയോജനവും ചെയ്തില്ല എന്ന് വരും. ക്രിസ്ത്യാനിയായി ജീവിക്കുന്നു എന്നതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. ക്രിസ്തുവിൽ ജീവിതം പണിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ചിന്തിച്ചു കൊണ്ടിരിക്കുക. ആരെങ്കിലും എന്താണ് ഈ വിദൂരസ്ഥർക്ക് സമീപസ്ഥരാകാൻ കഴിയാത്തതിന്റെ കാരണം? അതിന് കാരണമുണ്ട്. എന്താ കാരണം എന്നറിയാമോ? ഈ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ തോൽക്കാൻ തയ്യാറാകാതെ വിദൂരത്തിരിക്കുന്ന രണ്ടുപേർക്ക് സമീപസ്ഥരാകാൻ കഴിയില്ല. ശരിയാണോ? ശരിയാണോ? ഈ അച്ഛന്റെ പേര് ജിനു എന്നല്ലേ? ഷിനു അച്ഛൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ട് വരണമെങ്കിൽ അച്ഛൻ തോൽവി സമ്മതിക്കണം. ഞാൻ തോറ്റു എന്ന മനസ്സോടെ അല്ലാതെ ഇങ്ങോട്ട് വരാൻ അച്ഛന് പറ്റില്ല. അല്ല, ഇവിടെ ഇരിക്കുന്ന ആളുകൾ അച്ഛന്റെ അരികിലേക്ക് വരണമെങ്കിൽ അവർ തോൽവി സമ്മതിക്കണം. ഞാൻ തോറ്റു, ഞാനിതാ അച്ഛന്റെ അരികിലേക്ക് വരികയാണെന്ന് പറയാനുള്ള മനസ്സുണ്ടാകണം. തോൽക്കാൻ മനസ്സില്ലാത്തവർക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റില്ല. എന്താ മനസ്സിലായത്? തോക്കാൻ മനസ്സില്ലാത്തവർക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റില്ല. ആരെയും ജയിപ്പിക്കാനും പറ്റില്ല. ആരെയും ജയിപ്പിക്കാനും പറ്റില്ല. ഈ തോൽക്കാൻ മനസ്സില്ല. എല്ലാ മലയാളികളും മറക്കാതെ എല്ലാ ദിവസവും വിളിക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട്. എന്താണ് മുദ്രാവാക്യം എന്ന് പറയുന്നത്? തോൽക്കാൻ എനിക്ക് മനസ്സില്ല. എങ്ങനെ? എല്ലാ മലയാളിയും എല്ലാ ദിവസവും പലവട്ടം ആവർത്തിച്ച് വിളിക്കുന്ന ഒരു മുദ്രാവാക്യം. നിങ്ങൾ മലയാളികളല്ല അല്ലേ? എന്താണ് മുദ്രാവാക്യം? തോൽക്കാൻ എനിക്ക്. ശരിയാണോ അച്ഛൻ പറഞ്ഞത്? ആണോ? ഞാൻ പിടിച്ച മുയലിന് കൊമ്പുണ്ട്. 1 2 അല്ല 3 എണ്ണം ഉണ്ട്. ഞാൻ പറഞ്ഞതാണ് ശരി, എന്റെ നിലപാടാണ് ശരി, ഞാൻ ചെയ്തതാണ് ശരി, ഞാൻ പറഞ്ഞതാണ് ശരി, ഞാൻ പറഞ്ഞത് മാത്രമാണ് ശരി. ഞാൻ തിരുത്തപ്പെടാൻ തയ്യാറല്ല. വേണമെങ്കിൽ എന്റെ അരികിൽ വരട്ടെ, എന്റെ മുമ്പിൽ മുട്ടുകുത്തട്ടെ, തോൽവി സമ്മതിക്കട്ടെ. തോൽക്കാൻ എനിക്ക് മനസ്സില്ല. വിദൂരസ്ഥർക്ക് സമീപസ്ഥരാകാൻ പറ്റുമോ? പറ്റുമോ? ഭാര്യ പറയുന്നു തോൽക്കാൻ എനിക്ക് മനസ്സില്ല. ഭർത്താവ് അപ്പുറത്തിരുന്ന് പറയുന്നു തോൽക്കാൻ എനിക്ക് മനസ്സില്ല. രണ്ടുപേരും എവിടെ ഇരിക്കും? അവരവരിയ്ക്കുന്നിടത്ത് തന്നെ ഇരിക്കും. ആരെങ്കിലും ഒരാൾ തോൽക്കാതെ വിദൂരസ്ഥരായ രണ്ടുപേർ സമീപസ്ഥരാകാൻ ഒക്കില്ല. ആമേൻ.
ഇനി ആര് തോക്കും എന്നുള്ളതാണ് പ്രശ്നം. ഭർത്താവ് പറയുന്നു അവൾ തോൽക്കണം, അവളാണ് തോൽക്കേണ്ടത്. അവൾ തോൽവി സമ്മതിക്കട്ടെ, ഞാൻ അങ്ങ് രമ്യതപ്പെടാം. ഭാര്യ പറയും ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല, കുഴപ്പം മുഴുവൻ അയാളാണ് ഉണ്ടാക്കിയത്, അയാൾ തോൽക്കണം, അയാൾ എന്റെ കാല് പിടിക്കണം, അയാൾ മടങ്ങി വരണം, അയാൾ താഴണം, അല്ലാതെ ഈ പ്രശ്നം തീരില്ല. പണ്ടൊക്കെ ഞാൻ കുറെ കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെടുമായിരുന്നേ. പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, എന്റെ നേരം ഞാൻ വെറുതെ കളയുന്നതാണ്. ഈ ആളുകളെല്ലാം ദുർവാശിക്കാരാ, യാതൊരു മയവുമില്ലാത്തവർ. അവരങ്ങനെ വാശി പിടിച്ചങ്ങ് മുറുകി നിൽക്കുക. 1% പോലും അവർ താഴേക്കിറങ്ങാൻ തയ്യാറല്ല. എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയാൻ അവർക്ക് മനസ്സില്ല. ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി 1-2 ദിവസം ഞാൻ വെറുതെ നഷ്ടപ്പെടുത്തിയിട്ട് എനിക്ക് എന്താ ലാഭം? ഞാൻ എത്ര മണിക്കൂർ അവരോട് സംസാരിച്ചാലും അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടവും ഇല്ല. എന്റെ നേരം വെറുതെ കളയാനില്ലാത്തതുകൊണ്ട് ഇപ്പൊ കുടുംബ പ്രശ്നം കൊണ്ട് ആര് വന്നാലും ഞാൻ അതിൽ ഇടപെടാറില്ല. പ്രാർത്ഥിക്കാം എന്ന് പറയും, പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇടപെടാൻ പോയിട്ട് ഒരു പ്രയോജനവുമില്ല, ദുർവാശിയാണ്. ഇനി രണ്ടുപേർ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കണമെന്ന് ആത്മാർത്ഥമായി അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനൊരു മധ്യസ്ഥന്റെ ആവശ്യമില്ല. താണുകൊടുത്തേച്ചാ മതി, താണുകൊടുത്തേച്ചാ മതി. ഹല്ലേലൂയ. പക്ഷെ എന്താ നമ്മുടെ മുദ്രാവാക്യം? ഇത്രയും പ്രാവശ്യം പറഞ്ഞിട്ട് പഠിച്ചില്ല കേട്ടോ. തോൽക്കാൻ എനിക്ക് മനസ്സില്ല. ഈ മുദ്രാവാക്യം കയ്യിലുണ്ടെങ്കിൽ നീ തോറ്റിരിക്കും. നീ കുടുംബ ജീവിതത്തിൽ തോറ്റിരിക്കും, നീ വിശ്വാസ ജീവിതത്തിൽ തോറ്റിരിക്കും, നീ ആത്മീയ ജീവിതത്തിൽ തോറ്റിരിക്കും, നിന്റെ കരിയറിലുടനീളം നീ തോറ്റിരിക്കും. തോൽക്കാൻ മനസ്സുള്ളവർ ജയിക്കും, മറ്റുള്ളവരെ ജയിപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെയാണ് ഈ അനർത്ഥം സംഭവിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, തോൽക്കാൻ മനസ്സില്ലാത്തവർ ഒരിക്കലും ജയിക്കില്ല. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ തെറ്റ് ചെയ്തത് മനുഷ്യനാണെന്ന് ദൈവത്തിനറിയാം, മനുഷ്യനും അറിയാം. അപ്പോൾ അനുതപിക്കേണ്ടത് ആരാ? മനുഷ്യൻ. തോൽവി സമ്മതിക്കേണ്ടത് ആരാ? മുട്ടുമടക്കേണ്ടത് ആരാ? അനുതപിച്ച് തിരിച്ചു വരേണ്ടത് ആരാ? ദൈവത്തോട് മാപ്പ് ചോദിക്കേണ്ടത് ആരാ? മനുഷ്യൻ ചെയ്തോ? ഇപ്പോൾ ചെയ്യുന്നുണ്ടോ? ഇപ്പോഴും ചെയ്യുന്നില്ല. ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നില്ല. അത് ചെയ്യേണ്ട ഇടമാണ് കുമ്പസാരം. കുമ്പസാരം നടത്താറുണ്ടോ? പിന്നെ ഇല്ലേ അച്ഛാ, ഞങ്ങൾ എല്ലാ കൊല്ലവും കുമ്പസാരിക്കുന്നവരാ. എന്താ കുമ്പസാരം? അതൊന്നും അറിയാൻ പാടില്ല. കുമ്പസാരിക്കാറുണ്ട്. ഞാനൊരിക്കൽ ഒരു കെട്ടുകുമ്പസാരം നടത്തി. നമുക്ക് കുറെ കുമ്പസാരങ്ങളുണ്ട്. ഒരു കുമ്പസാരത്തിന്റെ പേര് കെട്ടുകുമ്പസാരം, പിന്നൊരു കുമ്പസാരത്തിന്റെ പേര് ഓട്ടുകുമ്പസാരം, പിന്നൊരു കുമ്പസാരത്തിന്റെ പേര് ആണ്ടുകുമ്പസാരം. സത്യകുമ്പസാരം ഇല്ല. കെട്ടുകുമ്പസാരം എന്ന് പറഞ്ഞാൽ എന്നതാ? പെണ്ണ് കെട്ടണമെങ്കിൽ കുമ്പസാരിക്കണം, ചെറുക്കനെ കിട്ടണമെങ്കിലും കുമ്പസാരിക്കണം. അതിനുവേണ്ടി നടത്തുന്ന കുമ്പസാരത്തിന്റെ പേരാണ് കെട്ടുകുമ്പസാരം. പാപബോധം ഉണ്ടായിട്ടാണോ? പശ്ചാത്താപം ഉണ്ടായിട്ടാണോ? അനുതാപം ഉണ്ടായിട്ടാണോ? ആണോ? അല്ല. പിന്നെ എന്തിനാണ്? പെണ്ണ് കെട്ടാൻ, ചെറുക്കനെ കിട്ടാൻ. അതിനുവേണ്ടി ഒരു കുമ്പസാരം. എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നിങ്ങളൊക്കെ നടത്തിയതല്ലേ ഈ കുമ്പസാരം? അതുകൊണ്ട് വല്ല ഗുണം കിട്ടിയോ? ആലോചിച്ച് നോക്കിയിട്ട് നാളെ പറയാം. മതി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തേത് ഓട്ടുകുമ്പസാരം. മിക്കവാറും പള്ളികളില് എലക്ഷൻ വോട്ട് ചെയ്യണമെങ്കിൽ ഏത് ആണ്ടിലൊരു പൊതുയോഗം നടക്കൂലേ എല്ലാ പള്ളിയിലും? ഇവിടെ ഉണ്ടാവൂലോ. ഇവിടെ വോട്ട് ചെയ്യണമെങ്കിൽ കുമ്പസാരിക്കണമെന്ന് നിയമമുണ്ടോ? ഇല്ലേ? നിങ്ങൾ തന്നെ വേണ്ടെന്ന് വെച്ചതാവാനാ തരം. സഭയ്ക്ക് അങ്ങനെ ഒരു റൂളുണ്ട്. ആ കുമ്പസാരത്തിന്റെ പേരാണ് ഓട്ടുകുമ്പസാരം. ഒരു വലിയ പള്ളിയിലെ 2 പ്രബല വിഭാഗങ്ങൾ തമ്മിൽ ഭയങ്കര പോരാ, രാഷ്ട്രീയ പക പോലത്തെ പക. ഈ ഇലക്ഷന് അധികാരം പിടിക്കാൻ വേണ്ടി, പള്ളി ഇലക്ഷന് അധികാരം പിടിക്കാൻ വേണ്ടി ഓരോ പാനലുകാരും മുടക്കിയത് 2-3 കോടി രൂപ വീതാ. എന്റെ പൊന്നു പ്രിയപ്പെട്ടവര്, ചുമ്മാ കൈക്കൂലിയൊക്കെ വാരി എറിയുമായിരുന്നു. അപ്പോഴാണ് കുറെ പേർക്ക് മനസ്സിലായത് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒരുപാട് പേരുടെ പേരില്ല എന്ന്. വോട്ടേഴ്സ് ലിസ്റ്റ് നിറയ്ക്കാതെ എങ്ങനെയാണ് അവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കുക? അപ്പോഴവരെയൊക്കെ തേടിപ്പിടിച്ച് നീ പോയി കുമ്പസാരിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് അവരെയൊക്കെ പള്ളി മുറ്റത്ത് വണ്ടിയിൽ ഇറക്കി വിട്ടു. എനിക്ക് കുമ്പസാരിക്കാൻ മനസ്സില്ലെന്നൊക്കെ പറഞ്ഞവർക്ക് വയറ് നിറച്ചും കള്ളു വാങ്ങിച്ചു കൊടുത്തു. ബീവറേജിൽ അത് മൊത്തം മേടിച്ചു ഒരു കൂട്ടര്, എന്നിട്ടങ്ങ് വിതരണം ചെയ്തു. പ്രിയപ്പെട്ടവരെ, 10,000-2000 ഇടവക്കാരുള്ള പള്ളിയാന്നേ. ആ പള്ളിയിലെ അച്ഛന്മാര് നടയിൽ കുമ്പസാരിപ്പിക്കാൻ ഇരുന്നിട്ട് ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛാ, ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ മദ്യവെച്ചിട്ടില്ല, പക്ഷെ അന്ന് ഞാൻ പൂക്കുറ്റി പൂസായി പോയി.
ഈ വന്ന ആളുകളുടെ വായെന്ന് വരുന്ന ആ ലഹരി, അയ്യോ അവര് ഈ കൊച്ചിന് ഉത്തരവാദി ഇല്ലായിരിക്കുമോ? ഇതിനിങ്ങനെ അഴിച്ചു വിട്ടേക്കണേ, കുറെ നേരമായി, എവിടെയെങ്കിലും ഒന്ന് ഇരിക്കട്ടോ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കുക, അതവിടെ ഇരുന്നോളും. അതൊക്കെ ഒരു കുസൃതിയുടെ ഭാഗമാണ്. ആളും എടുക്കാൻ അവിടെ ഇരുന്നോട്ടോ. ഇനി എണിച്ചടന്ന് അന്നേരം അച്ഛൻ കാണും. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ അച്ഛൻ പള്ളിനടയിൽ ഇരുന്നിട്ട് കള്ളു കുടിച്ചിട്ടല്ല, കള്ളു കുടിക്കാതെ അച്ഛൻ പൂസായിപ്പോയി, മൂക്കറ്റം കുടിച്ചിട്ട്. ഈ കുമ്പസാരത്തിന്റെ പേര് ഓട്ടു കുമ്പസാരം. വല്ല പ്രയോജനമുണ്ടോ? എനിക്കൊരു സംശയം, ഇനി അങ്ങ് പോകാം. ആൾക്കാരൊക്കെ പോയതാണോ, മരിച്ചു പോയതാണോ എന്നൊരു സംശയം. നിങ്ങളൊന്നും മിണ്ടാതിരുന്നാൽ ഞാൻ വിചാരിക്കും നിങ്ങൾ മരിച്ചു പോയിട്ടുണ്ടാവും. പിന്നെ ഞാൻ അടുത്ത പാട്ട് പാടും. അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത പാട്ടായിരിക്കും. ചോദിച്ച ഉത്തരം പറയണം. ഹല്ലേലൂയ. അടുത്ത കൊല്ലം വിളിക്കുകയും വേണ്ട. പക്ഷെ അച്ഛൻ പ്രസംഗിച്ച ചോദ്യം ചോദിക്കും, ഉത്തരം പറയണം. ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളെ ചോദിക്കുള്ളൂ, പക്ഷെ ഉത്തരം പറഞ്ഞോ, വിഷമിക്കണ്ട. ദൈവത്തിന് സ്തോത്രം. ഓട്ടു കുമ്പസാരം കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. ഇനി ഒരു കുമ്പസാരാണ് ആണ്ട് കുമ്പസാരം. അത് നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് നടത്തണവരാ. എന്നാണ് അത് കുമ്പസാരിക്കുക? പെസഹ ബുധനാഴ്ച. അതിന് മുമ്പ് കുമ്പസാരിക്കില്ല. എന്താ കുമ്പസാരിച്ചാല്? ഒരു മനുഷ്യനോട് ഞാൻ ചോദിച്ചു, എന്താ ഈ മുഹൂർത്തം വരെ കാത്തിരുന്നത്? അച്ഛാ, അപ്പൊ പുള്ളിക്ക് ഒരുവിധം നല്ല പൂസാണ്. അപ്പൊ പുള്ളി പറഞ്ഞത്, അച്ഛാ ഇപ്പൊ കുമ്പസാരിച്ചാൽ ഞാൻ ഏതാണ്ട് ഒരു 5 മണിക്കൂർ പിടിച്ചു നിന്നാ മതി. അയാൾ പറഞ്ഞ ഡയലോഗ് അങ്ങനെ തന്നെയാണ് അച്ഛൻ പറഞ്ഞത്. ഇപ്പൊ കുമ്പസാരിച്ചാൽ ഒരു 5 മണിക്കൂർ പിടിച്ചു നിന്നാ മതി, അത് കഴിഞ്ഞ് കുടിക്കാലോ. ഇങ്ങനെ കുമ്പസാരിച്ചൊരു കാര്യമുണ്ടോ? ഉണ്ടോ? അനുതാപം ഉണ്ടാകുമ്പോഴാണ് കുമ്പസാരിക്കേണ്ടത്. പാപബോധം ഉണ്ടാകുമ്പോഴാണ് കുമ്പസാരിക്കേണ്ടത്. ഞാൻ കുറ്റവാളിയാണെന്ന് ബോധമുള്ളിൽ തിക്കുമ്പോഴാണ് കുമ്പസാരിക്കേണ്ടത്. ദൈവസന്നിധിയിൽ തോൽവി സംബന്ധിച്ച് മടങ്ങിച്ചെല്ലാൻ മനസ്സുള്ളവരാണ് കുമ്പസാരിക്കേണ്ടത്. നീ കുമ്പസാരിച്ചിട്ടുണ്ടോ ഈ ആയുസ്സിൽ ഇന്ന് വരെ? ഒരിക്കലെങ്കിലും ഉണ്ടോ? മടങ്ങി വരണം ദൈവസന്നിധിയിലേക്ക്. അപ്പോഴേ തെറ്റ് ചെയ്തത് മനുഷ്യനാണെന്ന് ദൈവത്തിനും മനുഷ്യനും അറിയാം. അനുതപിക്കേണ്ടത് മനുഷ്യനാണ്, മടങ്ങി വരേണ്ടത് മനുഷ്യനാണ്, തോൽവി സമ്മതിക്കേണ്ടത് മനുഷ്യനാണ്, ദൈവപക്ഷത്തേക്ക് വരേണ്ടത് മനുഷ്യനാണ്. പക്ഷെ മനുഷ്യൻ വന്നില്ല. അപ്പോൾ ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? ദൈവം മനുഷ്യന് വേണ്ടി തോൽവി സമ്മതിച്ചു. മനുഷ്യനാണ് തെറ്റ് ചെയ്തതെങ്കിൽ ദൈവം പറഞ്ഞു, ഞാനാണ് കുറ്റവാളി. മനുഷ്യൻ ദൈവത്തിന്റെ അരികിലേക്ക് ചെന്നില്ല, മറിച്ച് ദൈവം മനുഷ്യന്റെ അരികിലേക്ക് ഇറങ്ങി വന്നു. മനുഷ്യ, ഞാനാണ് കുറ്റവാളി, ഞാനാണ് തെറ്റ് ചെയ്തത്, ഞാനാണ് ശിക്ഷ ഏൽക്കേണ്ടത്, ഞാനാണ് പ്രായശ്ചിത്തം ചെയ്യേണ്ടത്. തോൽവി ഞാൻ സമ്മതിക്കുന്നു. സ്വർഗം വിട്ടവൻ താഴേക്ക് ഇറങ്ങി. ഹല്ലേലൂയ. ഒരു തെറ്റും ചെയ്യാത്തവൻ എന്റെ തെറ്റേറ്റെടുത്ത് ഒരിക്കലും തോൽക്കരുതാത്തവൻ എനിക്ക് വേണ്ടി തോൽവി സമ്മതിച്ച് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി പാപപരിഹാര യാഗമായി തീർന്നതാണ് ഞാൻ ക്രൂശിൽ കണ്ടത്. ഹല്ലേലൂയ. ഇത്ര വലിയ വിടുതൽ എനിക്ക് തന്ന ദൈവത്തെ ഞാൻ അറിഞ്ഞെങ്കിൽ എനിക്ക് തോൽക്കാൻ മടിയുണ്ടാകില്ല, താഴേക്കിറങ്ങാൻ മടിയുണ്ടാകില്ല, ആരോടും ക്ഷമ പറയാൻ മടിയുണ്ടാകില്ല, ആരോടും മാപ്പ് ചോദിക്കാൻ മടിയുണ്ടാകില്ല, ഒരു തെറ്റ് തിരുത്താൻ മടിയുണ്ടാകില്ല. ഈ ക്രൂശിക്കപ്പെട്ട യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്തതാണ് ഈ അഹങ്കാരത്തിന്റെ കാരണം, ഈ മത്സരത്തിന്റെ കാരണം, ക്ഷമിക്കാൻ മനസ്സില്ലാത്തതിന്റെ കാരണം, ക്ഷമ ചോദിക്കാൻ മനസ്സില്ലാത്തതിന്റെ കാരണം, ഈ മത്സരത്തിന്റെ കാരണം അത് മാത്രമാണ്. അത് മാത്രം. അടിസ്ഥാനപരമായി ഒരു മനുഷ്യനിലുള്ള ഏറ്റവും വലിയ പാപത്തിന്റെ പേര് അഹങ്കാരമെന്നാണ്. മദ്യപാനം പാപമാണ്, വ്യഭിചാരം പാപമാണ്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന പാപമാണ്, തട്ടിപ്പും വെട്ടിപ്പും പാപമാണ്, അയൽക്കാരന്റെ അതിർത്തി മാറ്റുന്നത് പാപമാണ്, ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ മുഴുകുന്നത് പാപമാണ്. അതിനേക്കാളൊക്കെ ഘനം കൂടിയതും ഭയാനകവും ഭീകരവുമായ പാപമാണ് ഒരാളുടെ ഉള്ളിലിരിക്കുന്ന ഞാനെന്ന ഭാവം, അഹങ്കാരം. ലോകത്തിൽ ഏറ്റവും വലിയ പാപി അഹങ്കാരിയാണ്. ക്ഷമിക്കാൻ മനസ്സില്ലാത്തവരും ക്ഷമ ചോദിക്കാൻ മനസ്സില്ലാത്തവരും താഴാൻ മനസ്സില്ലാത്തവരുമായ ആളുകളാണ് ലോകത്തെ ഏറ്റവും വലിയ പാപികൾ. ആ കുഴപ്പം നിങ്ങൾക്കാർക്കെങ്കിലും സ്വന്തമായിട്ടുണ്ടോ? അഹങ്കാരം ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ഇല്ല. ധൂകുറ്റിയെടുത്തോ. വിശുദ്ധരെ കണ്ടാൽ ധൂപാർപ്പണം നടത്തണമെന്നാണ് പിതാക്കന്മാർ പഠിപ്പിച്ചത്. അതില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ധൂപം വെച്ചിട്ടേ ഉള്ളു കാര്യം. അഹങ്കാരം കയ്യിലില്ലാത്തവരാണോ നിങ്ങൾ? നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ ആ കാര്യത്തിൽ ഒരു സമ്പന്നനാണ്. ദൈവമക്കളെ, പലപ്പോഴും എനിക്ക് വലിയ വേദന തോന്നിയിട്ടുണ്ട്. അങ്ങനെ പറയരുതായിരുന്നു, ആ നിലപാട് എടുക്കരുതായിരുന്നു, അങ്ങനെ ഇടപെടരുതായിരുന്നു എന്നൊക്കെ. അഹന്തയാണ് നമ്മളെ കുഴപ്പത്തിലാക്കുന്നത്. അഹങ്കാരികളാണ് വാശി പിടിക്കുന്നത്, അഹങ്കാരികളാണ് ബഹളം വയ്ക്കുന്നത്,
അഹങ്കാരികളാണ് ക്ഷമ ചോദിക്കാൻ മടിയുള്ളവർ. അഹങ്കാരികൾ വലിയ പ്രശ്നക്കാരാ. എന്നാൽ ദൈവം അഹന്തയുള്ളവനായിരുന്നില്ല. ഹല്ലേലൂയ. അവൻ താഴേക്കിറങ്ങി. എന്നിട്ടും എന്തേ നീ ഒന്ന് തോൽക്കാൻ തയ്യാറാകാത്തത്? എന്നിട്ടും എന്തേ നീ ദൈവത്തോടൊന്ന് അടുത്ത് ചെല്ലാൻ തയ്യാറാകാത്തത്? എന്നിട്ടും എന്തേ നീ ദൈവത്തിന് സമീപസ്ഥനാകാത്തത്? എന്നിട്ടും എന്തേ നീ നിന്റെ പ്രിയപ്പെട്ടവരോട് നിരന്നുകൊള്ളാത്തത്? എന്നിട്ടും എന്തേ കുടുംബ ബന്ധങ്ങൾ ശരിയാകാത്തത്? ക്രൂശിക്കപ്പെട്ട യേശുവിനെ നീ അറിഞ്ഞിട്ടില്ലാത്തതിനാൽ തന്നെ. ഹല്ലേലൂയ. അതാണ് സത്യം. ക്രൂശിൽ എനിക്ക് എന്ത് നേടിത്തന്നു എന്റെ കർത്താവ്? ഒന്നാമത്തെ ഉത്തരമാണ് കേട്ടത്. പാപത്താൽ ദൈവത്തിൽ നിന്ന് വിദൂരസ്ഥരായിരുന്ന നമ്മെ പുത്രന്റെ കുരിശിലെ യാഗത്താൽ ദൈവത്തോട് സമീപസ്ഥരാക്കി തീർത്തു. ഉറങ്ങുവാണോ? നിങ്ങൾ ഉറങ്ങുവാണോന്ന്? മറുപടി ഒന്നും കിട്ടുന്നില്ല. ഹല്ലേലൂയ. പള്ളിയകത്തിരുന്ന് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഉറങ്ങിയാൽ അതിനെക്കുറിച്ചാണ് പിതാക്കന്മാർ കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്ന് പറഞ്ഞത്. തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകില്ല, ഇവിടെ വെച്ച് പരിപാടി അവസാനിപ്പിക്കും. ഞാൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. അതുകൊണ്ട് ഉണർന്നിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ കൂദാശകളെ ഏറ്റവും ഹരം എനിക്ക് ഈ ശവസംസ്കാരം നടത്താനാണ്. ഞാൻ ഒരുപാട് പ്രസംഗം പറയുന്ന അച്ഛനെ ഏറ്റവും ആവേശത്തോടെ ഞാൻ പ്രസംഗം പറയുന്നത് മരണ വീട്ടിലാണ്. എന്നെ കൊണ്ട് ചരമ പ്രസംഗം പറയിപ്പിക്കരുത്. ഉണർന്നിരിപ്പീൻ. ഹല്ലേലൂയ, ആമേൻ. ഉണർന്നിരിപ്പീൻ. ഹല്ലേലൂയ. ദൈവമക്കളെ തിരിച്ചറിയണം. പാപത്താൽ ഞാൻ ദൈവത്തിൽ നിന്ന് വിദൂരസ്ഥനായിരുന്നു. അങ്ങനെ ഞാൻ ദൈവത്തിന് ശത്രുവായിരുന്നു. എന്നെ മിത്രമാക്കാൻ, സ്വന്തമാക്കാൻ, കൂടെ നിർത്താൻ ദൈവം എന്റെ ശിക്ഷ ഏറ്റെടുത്തു. ഹല്ലേലൂയ. അതിൽ വലിയൊരു സ്നേഹം ഈ ലോകത്ത് എനിക്ക് നൽകപ്പെട്ടിട്ടില്ല. അതാണ് എന്റെ ജീവിതത്തെ ആഴത്തിൽ സ്പർശിക്കേണ്ടത്. അതുകൊണ്ട് ഈ രാത്രി ഞാൻ ദൈവത്തിന് സമീപസ്ഥയാകണം. എന്റെ പ്രിയപ്പെട്ടവർക്ക് സമീപസ്ഥരാകണം. ഞാൻ ആരിൽ നിന്നും അകലെ നിൽക്കരുത്. എല്ലാവരോടും ഒന്നാകണം. എല്ലാ ഭിന്നതകളും മാറണം. എല്ലാ കലഹങ്ങളും മാറണം. എല്ലാ മുറിവുകളും ഉണങ്ങണം. ഒന്നാകണം ക്രിസ്തുവിൽ. ഹല്ലേലൂയ.